രാഹുൽ പറഞ്ഞ വീഡിയോക്ക് 1.5 ലക്ഷം ലൈക്കും കണ്ട് ഞാൻ കണ്ടു. ദീപകിന്റെ മരണത്തെ വിറ്റ് വേണമെങ്കിൽ എനിക്കും കാശാക്കി മാറ്റാം. ഞാൻ മിണ്ടാതിരുന്നതിന്റെ കാരണം ആ കുടുംബത്തിനാണ് നഷ്ടം സംഭവിച്ചത്. ഞാൻ ഇവിടെ ദീപക് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ചിട്ട് 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി കിട്ടുന്ന കാശ് കഴിഞ്ഞ ശേഷം ആ കുടുംബത്തിന്റെ നഷ്ടം ആരും കേട്ടില്ലേടേ പുണ്യവാളൻ പറയുന്നത്. ആ അഖിൽ കോട്ടത്തല പുണ്യവാളൻ. ആ ഇവനെതിരെ വീഡിയോ ചെയ്യുമ്പോൾ ഇവന്റെ നാട്ടുകാരടക്കം വന്നിട്ട് കമന്റ് ബോക്സിൽ പറയുന്ന ഇവനെപ്പോലൊരു നാറീന ഇവന്മാരുടെ നാട്ടിലില്ലെന്നാ പറയുന്നത്. ഇവിടെ നാട്ടില് ഇവന്റെ പേരിൽ തന്നെ അപമാനാന്നാ പറയുന്നത്. ഓ അവന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അവൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിണ്ടായിരുന്നില്ല. മരണത്തെ വിറ്റ് പൈസ ഉണ്ടാക്കി അതിന്റെ പൈസയാണ് കൊണ്ട് കൊടുത്തത്. ഇവനറിയാലോ വയനാട്ട് ചൂരൽമലയില് ദുരന്തം നടന്ന സമയത്ത് ഇവൻ വലിയ വായ്ത്താളം അടിച്ചതാണ് ഈ അഖിൽ കോട്ടപ്പുറം എന്ന് പറയുന്ന ഈ കോഞ്ഞാട്ട് കോണൻ ഊള. എന്താ പറഞ്ഞതെന്നറിയോ? എന്റെ പൈസ മുടക്കി വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന 3 കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കുന്നു. എടാ നീ ഒരു ജെട്ടിയെങ്കിലും ആർക്കെങ്കിലും വാങ്ങിക്കൊടുത്താ, ഒരു ജെട്ടിയെങ്കിലും ആർക്കെങ്കിലും വാങ്ങിക്കൊടുത്താടാ ദുരിതം അനുഭവിക്കുന്നവർക്ക്. എന്നിട്ട് നീ വന്ന് പറഞ്ഞ നിന്റെ സിനിമയ്ക്ക് സാമ്പത്തികമായ നഷ്ടം ഉണ്ടായി, അതുകൊണ്ട് പ്രൊഡ്യൂസർ പറ്റിച്ചെന്ന് പറഞ്ഞിരുന്ന നീയല്ലടാ നീ. എടാ നീ വാ തുറക്കുന്ന തന്നെ തിന്നാനും കള്ളം പറയാനും അല്ലേടാ. നീയാണോ വന്നിട്ട് പറയണത് ഓ വലിയ ഇത് കാണിക്കുന്ന? എടാ സോഷ്യൽ മീഡിയ ഇത്രയും ആൾക്കാർ പ്രതികരിച്ചത് കൊണ്ടാണ് ഈ കേസിന് എന്തെങ്കിലും ആയത്. അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. പിന്നെ ഈ മരണപ്പെട്ടു പോയ സഹോദരന് ആകെ ആ അച്ഛനും അമ്മയുമാണ്. അവർക്ക് ഏക ആശ്രയം ആ മകനായിരുന്നു. ആ മകൻ മരണപ്പെട്ടു പോയി, മനസ്സിലായോ? അപ്പൊ ആരെങ്കിലും അവരെ സഹായിക്കണ്ടേ? നിന്നെപ്പോലെ ഊളകൾ നീ വെറും പറ്റിക്കലാണ്. ആർക്കും 5 പൈസ കൊടുക്കത്തുമില്ല. വന്നിട്ട് ഇങ്ങനെ വായ്ത്താളം അടിക്കാൻ മാത്രം അറിയാം. അഖിൽ കോട്ടത്തല എന്ന് പറയുന്ന പിന്നെ ഇവൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇവൻ വീഡിയോ ചെയ്യുന്ന. ഇവൻ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാ വീഡിയോ ചെയ്യുന്ന. ആരെങ്കിലും ഒരു വളി വിട്ടാൽ തന്നെ 15 വീഡിയോ ചെയ്യുന്ന ഈ മരവാഴയാണ് പറയുന്നത്. വീഡിയോ ചെയ്തത് മോശമായിപ്പോയി, അതിൽ റീച്ച് ഉണ്ടാക്കി മറ്റേ ഉണ്ടാക്കി. പിന്നെ ഇവൻ റീച്ചിന് തേങ്ങയ്ക്കൊന്നല്ലല്ലോ വീഡിയോ ചെയ്യുന്ന. ഇവന് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാ വീഡിയോ ചെയ്യുന്നത്. ആർക്കും ഒരു ഉപകാരവും ചെയ്യൂല. ആ ഉപകാരം ചെയ്യുന്നവനെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വേട്ട വളിയൻ അഖിൽ കോട്ടത്തല. ഒരു വക്ക് പൊട്ടിയ പരിപാടിയിൽ പോയിട്ട് എന്തോ ഒരു സാമാനം കിട്ടിയപ്പം അവന്റെ വിചാരം അവനാണ് ഈ ലോകത്തുള്ള എല്ലാ തേങ്ങയെന്ന്. ഇവന് മാത്രമേ എല്ലാം അറിയത്തുള്ളൂ എന്ന്. ആ വയനാട്ടിലെ ജനങ്ങളെ പറ്റിച്ചെന്ന് അറിയാം. വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് 3 വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഒരു ജട്ടി പോലും മേടിച്ചു കൊടുക്കാത്ത ഇവനാണ് റീച്ച് ഉണ്ടാക്കി തേങ്ങ ഉണ്ടാക്കി മാങ്ങ ഉണ്ടാക്കി എന്ന് പറയുന്നത്. അഖിൽ കോട്ടത്തലെ, നിന്റെ നാട്ടിലുള്ളവർ വരെ നിന്നെ വിളിക്കണ അലവലാതി എന്ന്. ആ നാട്ടിൽ ഇതേപോലെ ഒരു അലവലാതി വേറെ ഇല്ലെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. എത്ര പേരാണ് എന്നോട് വന്നിട്ട് PM പറഞ്ഞിട്ടുണ്ട്, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാടാ ഇങ്ങനെ? ഓ പുണ്യവാൻ. മറ്റേ പാട്ടുകൂടെ പാടിക്കൊടുക്കണേ. എന്താ പുണ്യവാനിസ്ഹാക്കീനുണ്ടായി. ബാക്കി അങ്ങോട്ട് പറയണ്ട. ഓടാ പരവാഴ. പറയുന്ന വാക്കിന് പോലും വിലയില്ലാത്തവൻ. നിന്റെ തന്ത തന്നെ ഒരു വീഡിയോയിൽ നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്നവനാണ് നീ എന്ന്. നീ ഇതിൽ കൂടുതൽ എന്തൊരു വേണം? പോ, വണ്ടി വിട്ടു പോ. വലിയ പുണ്യവാളം വന്നിരിക്കണം. പുണ്യവാള ഐസ് ആക്ക്. ഓടാ അഖിൽ കോട്ടത്തലെ.